14 ബ്രാവ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പാർട്ടിസിപ്പന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫൈസൽ. ഹായ് ഫൈസൽ ഉട്ടാ. ഇന്ന് നല്ല മൊഞ്ചനായിട്ടുണ്ട് ഫൈസലെ. എന്തൊക്കെയാ ഇട്ടമാരൊക്കെ എന്ത് പറയുന്നു? പാട്ടൊക്കെ കേട്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫൈസൽ എന്തായാലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ ഫൈസലും ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയായിരിക്കും. കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും ഒരു നല്ല പെർഫോമൻസ് ആവട്ടെ. ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? മൂസക്ക പാടിയ മക്ക നഗരമേ കരയും. നല്ല സോങ് സെലക്ഷൻ ആണ്. അപ്പോൾ നന്നായിട്ട് പാടണം. അതിന് മുന്നേ അസീസ്ക മോൻ ഈ പാട്ട് പറഞ്ഞപ്പോൾ വലിയ എൻ്റെ മനസ്സിന് വല്ലാണ്ട് തട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാനും മൂസക്കയും വളരെ അടുത്തടുത്ത സ്നേഹിതന്മാരായിട്ട് വളരെ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ മൂസക്കാരെല്ലാം പാട്ടും വെച്ച് കേൾക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മൂസക്കയുടെ പാട്ട് വെച്ച് കേട്ടപ്പോൾ ഈ പാട്ട് എൻ്റെ മനസ്സിന് വല്ലാണ്ട് കോരി തരും. മൂസക്ക എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനാണ്. എൻ്റെ മനസ്സിൽ അദ്ദേഹം വലിയ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നന്നായി പാടുന്നതാണ് തോന്നിയത്. ഏതായാലും നല്ലൊരു പാട്ടാണ് പാടാൻ. അതിന് പടച്ചവൻ മോന് ഉതക്കം ചെയ്യട്ടെ. താങ്ക് യു അസീസ്ക. ഫൈസൽ അപ്പം നന്നായിട്ട് പാടിക്കോളൂ.
തൻ നഗരമേ കരയൂ നിൻ മാനസപുത്രൻ പോവുകയായി മക്കാ നഗരമേ കരയൂ. പ്രളയത്തിലൊഴുക്കിയ നൗകയിൽ നോഹിന് അഭയം നൽകിയ വിശ്വശില്പി. പ്രളയത്തിൽ ഒഴുക്കിയ നൗകയിൽ നോഹിന് അഭയം നൽകിയ വിശ്വശില്പി. ഫിറഔനെ മുക്കിയ കടലിലും മൂസക്ക് വഴി തുറന്നേകിയ സർവശക്ത. അവിടുത്തെ കരുണ തൻ രക്ഷാസൗധത്തിൽ അല്ലമീനായവർക്കിടമില്ലേ. മക്കാ നഗരമേ കരയൂ കഅബ തൻ നഗരമേ കരയൂ നിൻ മാനസപുത്രൻ പോവുകയായി മക്കാ നഗരമേ കരയൂ മക്കാ നഗരമേ കരയൂ കഅബ തൻ നഗരമേ കരയൂ നിൻ മാനസപുത്രൻ പോവുകയായി മക്കാ നഗരമേ കരയൂ. ഫൈസൽ, എന്താ പറയാ, വാക്കുകളില്ല മോനെ. സ്പെൽ ബൗണ്ട് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയടാ. സത്യം അത്രക്കും ഫീലായി. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് അത്രയ്ക്കും ഇഷ്ടമായി ഫൈസൽ. സത്യം നന്നായിട്ട് പാടി എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ജഡ്ജസിന് അടുത്ത് ചോദിക്കാം. കമന്റ്സ് അസീസ്. മോള് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ നമുക്കും ഒരു നെഞ്ചിടിപ്പുണ്ടാക്കിയ വല്ലാത്തൊരു കണ്ണ് നനയുന്നൊരു സംഭവം തന്നെയാണ്. ആടിനെ മേയിച്ച് കുഞ്ഞായ നാളിൽ മലഞ്ചെരുവിലൊക്കെ വളർന്ന ഒരു പൊന്നുമോൻ നാട്ടുകാരെ അറിയാതെ ആ കുട്ടിയെ അൽ അമീൻ എന്ന് പറഞ്ഞു പോയി. എല്ലാവരും വാഴ്ത്തിപ്പോയി. അങ്ങനത്തെ ഒരു കുട്ടി നാട്ടിൻ്റെ ഹൃദയം, മാനസപുത്രൻ തന്നെ, മക്കയുടെ മാനസപുത്രനായ പ്രവാചകൻ ആ നാട് വിട്ടു പോവുകയാണ്. എവിടത്തേക്ക് അവനെ പോയത് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ പാട്ടിനെ പറ്റി? മക്കന്ന് നബി തങ്ങളെ ആട്ടി ഓടിക്കുന്നത്. തങ്ങൾ ഇവിടത്തേക്കാണോ പോയത്? സാധും നഗർ. ഇവിടെ സാധും നഗരത്തിൽ അല്ല, മദീനയിലേക്ക്. അതവിടെ മറ്റൊരു കഥയാണ്. അത് പിന്നെ മൂസ നബിയെ നൈൽ നദിയുടെ കഥയും ഫിറോവിനെ മുക്കിക്കൊല്ലിയും മൂസ രക്ഷപ്പെടുത്തുകയും മറ്റേ സ്വാലിഹ് നബി അലി ഇസ്ലാമിൻ്റെ ചരൽക്കല്ലെറിഞ്ഞ് തീകുണ്ടത്ത് നശിപ്പിക്കുകയോ ചെയ്ത കഥകളാണ്. അങ്ങനെയൊക്കെയുള്ള ദൈവം ഈ പ്രവാചകനെ രക്ഷ കിട്ടൂലേ എന്ന് കവി ചോദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കവിത ആ കവി എഴുതിയിട്ടില്ലെങ്കിലും പാടാൻ തലശ്ശേരിയുടെ മാനസപുത്രൻ എരഞ്ഞോട് മൂസ ഇല്ലെങ്കിലും മോനിത് പാടാൻ കഴിയില്ലായിരുന്നു. തലശ്ശേരി മൂസക്കാക്ക് അത് പാടാൻ പറ്റും. ഇത് മൂസക്കയുടെ ഗാനമാണ്. ഇത് വാസ്തവത്തിൽ ഈ ഇന്നത്തെ പുതിയ പാട്ടുകാരെടുക്കാതൊരു പാട്ടാണ്. മോന് പടച്ചവൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കൊച്ചു കലാകാരനെ, ഒരു എരഞ്ഞോടി മൂസയാക്കട്ടെ. താങ്ക് യു അസീസ് ക. ഫൈസലെ അമേസിങ് ഫീൽ ആയിരുന്നു. അതാ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ പെർമനന്റ് ജഡ്ജസ് അവിടെ കമന്റ്സിലേക്ക് പോവാം. ഷാൻ സർ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഫൈസലെ ഒന്നും പറയാനില്ല, അടിപൊളി. എന്താ പറയാ, ശരിക്കും അറിയാം നിങ്ങളെല്ലാവരും പ്ലാൻസിന്റെ കച്ചവടക്കാരാണ്.
ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. പക്ഷേ നമുക്ക് ഈ പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് മിസ്യൂസ് ചെയ്യാം. അത് എനിക്ക് പ്ലാൻസ് പാടാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വാരി വലിച്ച് കുറേ പ്ലാൻസ് ആണ്. ഇത് അതൊന്നുമല്ല. ഇത് ഓരോ പ്ലാനും കൺട്രോൾഡ് ആയിരുന്നു, ഓരോ പ്ലാന്റെയും ആവശ്യമുണ്ടായിരുന്നു. എല്ലാം ഫൈസൽ കറക്റ്റായിട്ടാണ് പാടിയത്. അത് ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിൽ തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അത് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഫൈസലിൻ്റെ എന്തായാലും ഇതുവരെ ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇത്. നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട, ഫൈസലിൻ്റെ ബെസ്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു ഷാൻ സർ. രണത്ത, ഈ ഒരു പാട്ടിലുണ്ടല്ലോ ഞാനൊന്നും പറയൂല ഫൈസലെ, കാരണം അത്രയ്ക്ക്, കാരണം എനിക്ക് ആ ഒരു ഞാൻ ഒരു ആഗ്രഹിച്ചൊരു ഫൈസലുണ്ട്, അതെനിക്ക് കിട്ടി കേട്ടോ. കാരണം അത്രയ്ക്ക് നന്നാവണം മോനെ, കാരണം മോൻ ഒരുപാട് കഴിവ് പഠിച്ചോൻ തന്നിട്ടുണ്ട്. പാടുന്ന രീതിയും, കാരണം സംഗതി ഇപ്പം നേരത്തെ സംഗതിയുടെ കാര്യമില്ല, അത് എവിടെ ഒതുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം മോൻ നല്ലൊരു സിംഗർ ആവാൻ വേണ്ടിയിട്ട് തന്നെ ഈ പറയണേ. ഇനി അടുത്ത പാട്ടുമായിട്ട് നമുക്ക് കേൾപ്പിക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ അങ്ങനെ പ്രതീക്ഷിക്കും കേട്ടോ. ഫൈസലിൻ്റെ ആ ഫൈസലിലോട്ട് ഫൈസൽ പോവരുത് കേട്ടോ. എനിക്ക് ആ അനുപല്ലവിയുടെ എൻഡ് അവിടെ ആയിരിക്കും ചിലപ്പോൾ മാഗ്നയും പൊട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്രയ്ക്കൊരു വല്ലാത്തൊരു, എല്ലാവരും മാഗ്ന അത് കരഞ്ഞു, ഞാൻ പിന്നെ എപ്പോഴും കരയും, അങ്ങനെ ഒരു അതുണ്ട്. പക്ഷെ കരഞ്ഞു പോവും നമ്മൾ, അതിനൊന്നും ആരും എന്നിട്ട് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളും കരയാറില്ലേ എന്ന്. കാരണം വേറൊരു പാട്ടിലൊരു മോൻ പാടിയപ്പോൾ അന്ന് അവിടെ ഞാൻ പറയണു എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. എന്നോട് ഈ രനത്താ കരയണമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മളൊപ്പം ഇരുന്നിരുന്ന ജഡ്ജിമാരും പിന്നെ ക്യാമറ എല്ലാവരും അവർ കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചില സോങ് അവർ അത്രയും നമുക്ക് ഉള്ളിൽ തട്ടുമ്പോൾ നമ്മൾ കരഞ്ഞു പോവും. അപ്പോൾ അതന്നെ മാഗ്നയ്ക്ക് ഇവിടെ സംഭവിച്ചുള്ളൂ. അത്രയ്ക്കാണ് നമ്മളത് ഫീൽ ചെയ്ത് അങ്ങനെ കരയിപ്പിക്കുക എന്ന് പറയണല്ലേ ഒരു സിംഗറിൻ്റെ അല്ലേ വലിയൊരു കഴിവ് തന്നെ. മോൻ ഇത് അവിടെ താഴോട്ട് പോവരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഫൈസൽ മാഷ, ഫൈസൽ ഇത് നമ്മുടെ മൂസക്കയുടെ കഥ പറഞ്ഞല്ലോ, ഇത് ശരിക്കും നമ്മുടെ ജമാൽ കൊച്ചങ്ങാടി, ഇതൊരു കൊച്ചിക്കാരുടെ ഒരു പാട്ടാണ്. ജമാൽ കൊച്ചങ്ങാടിയാണ് ഇത് എഴുതിയത്. ഈ ഒരു ചിത്രീകരണത്തിന് വേണ്ടി എഴുതിയാണ്. നമ്മുടെ അഫ്സലിൻ്റെ പിതാവ് ഇസ്മായിൽ കെയാണ് ഇത് സംഗീതം ചെയ്തത്. അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹമാണ് അഫ്സലിൻ്റെ പിതാവ് കൊച്ചിൻ ഇസ്മായിൽ സംഗീതം ചെയ്തത്. ഇത് ശരിക്കും കൊച്ചിൻ ഇബ്രായി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ടായിരുന്നു, അദ്ദേഹമാണ് ആദ്യമായി പാടിയത്. ഇതൊരു ചിത്രീകരണത്തിന് വേണ്ടി. പിന്നീടാണ് മൂസക്ക ഇത് റെക്കോർഡ് പാടുന്നത്. പക്ഷെ മൂസക്കയാണിത് കുറച്ചുകൂടി ഒരു ചിത്രീകരണത്തിന് പാടി അങ്ങ് ഒഴിവാക്കിയൊരു പാട്ടല്ല. അങ്ങനെ പല പാട്ടുകളും നാട്ടിലുണ്ട്, പല നാടകങ്ങൾക്കും നാട്ടിലെ നാടകങ്ങൾക്കും പാടി. അത് പിന്നെ നമ്മൾ കേൾക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ മൂസക്ക ഇത് പാടിയപ്പോൾ ഒരു വലിയ ലോകത്തേക്ക് ഈ പാട്ട് കടന്നു വന്നത്. മോൻ തന്നെ മൂസക്ക പാടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് എടുത്ത് പാടിയത് അല്ലേ. നല്ല രചനയാണ് ഈ പാട്ടിന്. ശരിക്കും ആ ഒരു നബി തിരുമേനി അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റ് നബിമാരും മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളും ലോകത്ത് നടന്ന ദാരുണമായ സംഭവങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അതെല്ലാം ഈ ലോകത്ത് സംഭവിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ രചനയാണ് ഈ പാട്ട്. പിന്നെ ഫൈസൽ ഈ പാട്ട് മുമ്പൊരിക്കൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വേറൊരു പരിപാടിക്ക്, റിയാലിറ്റി ഷോ എന്നല്ല, അല്ലാതെ. അപ്പോൾ ഫൈസലിന് ഈ പാട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ മൂസക്കയുടെ ഒരുപാട് പാട്ട് പല ആളുകളും പാടാറുണ്ട്. പക്ഷേ ഇതങ്ങനെ ആരും എടുത്ത് പാടാത്ത ഒന്നുകൊണ്ടല്ല, ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതങ്ങനെ പാടി വിജയിപ്പിക്കാൻ സാധിക്കില്ല ഈ പാട്ട്, കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഈ പാട്ട് പാടാൻ. ഏതായാലും മോനെ അഭിനന്ദനം, ഗംഭീരമായി പാടി. താങ്ക് യു ഫൈസൽ മാഷെ. ഫൈസൽ ഇപ്പോഴും ആ ഒരു മൂഡിൽ തന്നെ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് മാർക്സ് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ, രണത്ത 27. 27. ഗ്രേറ്റ് സ്കോർ. താങ്ക് യു രണത്ത. ഷാൻ സർ. ഫൈസലേ, പല പല പാട്ടുകാരുണ്ട്, നമുക്ക് സ്നേഹം തോന്നും. എനിക്ക് സത്യം പറഞ്ഞ ഫൈസൽ പാടി കഴിയുമ്പോൾ എനിക്ക് സ്നേഹവും എൻ്റെ കൂടെ ബഹുമാനവും തോന്നുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇത്ര നല്ലൊരു പെർഫോമൻസ്. 26.5. 26.5 on 30. ഫൈസൽ മാഷെ 26.5. 26.5. നല്ല മാർക്സ് ആണ് നമ്മുടെ 3 ജഡ്ജസ് തന്നിട്ടുള്ളത്. ഇനി on 10 എത്ര ഉണ്ടാവും നോക്കാം. മസീസ്ക, ഈ 10 എന്ന് പറയുമ്പോൾ അതിലൊരു 1 ഒരു 0 ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 9 മാർക്ക്. 9 മാർക്കാണ് on 10 അസീസ്ക്ക് തന്നിട്ടുള്ളത്. ബ്രില്യൻ സ്കോർ
89 on 100. ഇതുവരെ നമ്മുടെ ഇത്രയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇതുവരെ ആരും ഈ ഒരു മാർക്സ് നേടിയിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഇതുപോലത്തെ ഞെട്ടിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.